Hi friends, എല്ലാവർക്കും ഒരിക്കൽ കൂടി പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ ഇന്ന് നമ്മൾ വെറൈറ്റി ആയിട്ടുള്ള ഒരു പംകിൻ ചിക്കൻ ആണ് ചെയ്യുന്നത്. നല്ല വെയിറ്റ് ഒക്കെ ഉള്ള ഒരു 5 കിലോ ഒക്കെ വരുന്ന ഒരു പംകിൻ ആണ് നമുക്ക് ഇന്ന് കിട്ടിയേക്കുന്നത്. അപ്പോൾ അതാണ് നമ്മൾ ഇന്ന് ചെയ്യുന്നത്. കാരണം എൻ്റെ നാട്ടിലുള്ള ഒരു എബി എന്ന് പറഞ്ഞ ഒരു കൂട്ടുകാരൻ ഒന്ന് വിളിച്ചു പറഞ്ഞു, "നീ ഒന്ന് പംകിനിലുള്ള ഒരു ചിക്കൻ ഒന്ന് ചെയ്ത് നോക്ക്. നമുക്ക് വെറൈറ്റി ആയിട്ടൊന്ന് പരീക്ഷിച്ച് നോക്കാമല്ലോ" എന്ന് ഞാനും വിചാരിച്ചു. അപ്പോൾ ഇനിയും സബ്സ്ക്രൈബ് ചെയ്യാത്തവർ തീർച്ചയായും ഒന്ന് സപ്പോർട്ട് ചെയ്യാനൊക്കെ ആയിട്ട് സബ്സ്ക്രൈബ് ചെയ്യുക, ഷെയർ ചെയ്യുക, നിങ്ങളുടെ കൂട്ടുകാർക്കൊക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക. അപ്പോൾ നിങ്ങളുടെ ലൈക്ക് വളരെ പ്രധാനമാണ്. നിങ്ങളെല്ലാവരും ഒന്ന് ലൈക്ക് ചെയ്യുക. പിന്നെ കമൻറ്റ്, നിങ്ങളുടെ കമൻറ്റുകൾ, നിങ്ങൾക്ക് ഇഷ്ടമുള്ള കമൻറ്റുകൾ, നിങ്ങൾ ഇഷ്ടപ്പെട്ടെങ്കിൽ ഇഷ്ടപ്പെട്ടു എന്നോ അല്ലെങ്കിൽ ഇഷ്ടപ്പെട്ടില്ലെങ്കിൽ ഇഷ്ടപ്പെട്ടില്ല എന്നോ തീർച്ചയായും നിങ്ങൾക്ക് കമൻറ്റ് ചെയ്യാവുന്നതാണ് ആ കമൻറ്റ് ബോക്സിൽ വന്നിട്ട്. അപ്പോൾ നമുക്കതിലേക്ക് പോകാം. നമുക്ക് ഈ മത്തങ്ങ ഒന്ന് കട്ട് ചെയ്തെടുക്കണം. അപ്പോൾ ഒരു സ്ക്വയർ പീസിൽ ഞാൻ ഒന്ന് കട്ട് ചെയ്ത് മാറ്റാണ് അതിൻ്റെ മേൽഭാഗം. അപ്പോൾ നമുക്ക് കട്ട് ചെയ്യാം. നല്ല അടിപൊളി ഓറഞ്ച് കളറാണ് കേട്ടോ. എനിക്ക് തോന്നുന്നു നല്ല പഴുത്താന്ന് തോന്നുന്നു. അപ്പോൾ ഇതിൻ്റെ കുരു ഒന്നും നമ്മൾ കളയണില്ല കേട്ടോ. കുരുവൊക്കെ നമുക്ക് ആവശ്യമുള്ളതാണ്. ഇവിടെയൊക്കെ കുരുവിന് ഭയങ്കര വിലയാണ്. നമ്മൾ കടയിൽ നിന്ന് കാശ് കൊടുത്ത് വാങ്ങിക്കണം ഇതൊക്കെ. അപ്പോൾ ഇത് മഗ്നീഷ്യവും സിങ്കും പിന്നെ ഈ ഹാർട്ട് ഡിസീസ് ഉള്ളവർക്ക് വളരെ നല്ലതാണ്. കൊളസ്ട്രോൾ ലെവലൊക്കെ കുറയ്ക്കുന്ന ഒരു സാധനമാണ്. നമുക്ക് വറുത്ത് പിള്ളേർക്കായാലും വറുത്ത് സാലഡിലൊക്കെ വറുത്തിട്ട് കൊടുക്കാനോ അല്ലെങ്കിൽ അങ്ങനെയൊക്കെ നമുക്ക് ഇത് വളരെ പ്രയോജനകരമാണ്. ഞാനപ്പോൾ ഇത് കളയണില്ല. അപ്പോൾ ഇത് ഞാനൊന്ന് എടുത്തു വയ്ക്കുകയാണ്. അപ്പോൾ നമുക്ക് വേറൊരു റെസിപ്പിയിൽ ഞാനിത് എന്തൊക്കെ ഇതുകൊണ്ട് ചെയ്യാമെന്ന് ഞാൻ ഇട്ട് തരാം. അപ്പോൾ ഇനി നമ്മളിതൊന്ന് ഉള്ളൊക്കെ ഒന്ന് ക്ലീൻ ചെയ്തെടുത്തിട്ട് നമുക്ക് ഇത് ഫില്ല് ചെയ്യാം. ഇഷ്ടംപോലെ കുരുവൊക്കെ ഉണ്ട് കേട്ടോ. ഇത് കുറച്ച് നമുക്ക് വിത്തായിട്ട് നട്ടും നോക്കാം. കാരണം മഞ്ഞ് വന്നേക്കാളും മുമ്പ് ഉണ്ടായി കിട്ടുകയാണെങ്കിൽ നല്ലതാണല്ലോ. കുറേ ഉണ്ട് കുരു. അപ്പോൾ ഞാൻ നന്നായിട്ട് ക്ലീൻ ചെയ്തിട്ടുണ്ട്. ഉണ്ടോ? ഒരു 1.5 കിലോ ചിക്കനാണ് നമ്മളൊന്ന് ഫില്ല് ചെയ്യാൻ പോകുന്നത്. അപ്പോൾ അത് ഫുള്ള് കയറുമെന്നൊന്നും എനിക്കറിയില്ല. നമുക്ക് മാരിനേറ്റ് ചെയ്ത് കഴിഞ്ഞിട്ട് നമുക്കത് നോക്കാം. അപ്പോൾ ഒരു അരമുറി സവാള ഞാനൊന്ന് അരിഞ്ഞെടുക്കുകയാണ്. ഇനി നമുക്ക് ഒരല്പം മല്ലിയില, ഇനി ഒരു പച്ചമുളക്, പിന്നെ വേപ്പില ഒരൽപ്പം, ഒരു 2 ഉണക്കമുളക്, പിന്നെ ഒരല്പം നമ്മൾ തേങ്ങ വറുത്തരച്ചാണ്. അപ്പോൾ മസാലപ്പൊടിയൊക്കെ ഇട്ടുകൊണ്ട് നമുക്ക് വേറെ മസാലപ്പൊടിയുടെ ആവശ്യമൊന്നുമില്ല. അപ്പോൾ തേങ്ങ വറുത്തരച്ചത് അതും നമുക്ക് ഇതിനോടൊന്ന് ചേർക്കണം. പിന്നെ ഒരല്പം വെളുത്തുള്ളിയും ഇഞ്ചിയും നമുക്കൊന്ന് ചതച്ചെടുത്ത് വയ്ക്കണം. നമുക്കൊന്ന് ചതയ്ക്കാം. ഇടിക്കുറ്റി ഒന്ന് വെച്ചിട്ട് ഞാനിപ്പോൾ ഒരു 8-10 ചുള വെളുത്തുള്ളിയും പിന്നെ ഒരു 20 ഗ്രാം ഇഞ്ചിയും
പിന്നെ ഈ അരപ്പ് എടുത്തേക്കുന്നത് നമ്മളൊരു 2 ടേബിൾ സ്പൂണാണ് കേട്ടോ. വറുത്തരപ്പ് എടുത്തേക്കുന്നത് 2 ടേബിൾ സ്പൂണാണ്. അപ്പോൾ അതിൻ്റെ അനുസരിച്ച് നിങ്ങൾക്കും എടുക്കുമ്പോൾ അങ്ങനെ നോക്കിയെടുക്കാം. നമുക്കിനി ഒരു ടീസ്പൂൺ 1 ടേബിൾ സ്പൂണിൻ്റെ അടുത്ത് നമുക്ക് വിനാഗിരി ഒഴിക്കാം കേട്ടോ. ഞാനിപ്പോൾ വൈറ്റ് വിനാഗിരിയാണ് ഒഴിക്കുന്നത്. നമുക്ക് നാടൻ ചുരുക്കൊക്കെ കിട്ടുകയാണെങ്കിൽ അത് ഒഴിക്കാം. ഇപ്പോൾ ഏതായാലും ഒഴിച്ചാൽ കുഴപ്പമില്ല. പിന്നെ 1 ടേബിൾ സ്പൂൺ നല്ല നാടൻ വെളിച്ചെണ്ണയും ഒന്ന് ഒഴിക്കണം. 1 ടേബിൾ സ്പൂൺ ആ വെളിച്ചെണ്ണ. ഇത് നമ്മുടെ ഇവിടെ കട്ടയാണ് കിട്ടണേ. കട്ടയല്ല, നമ്മൾ തണുപ്പുള്ളതുകൊണ്ട് പെട്ടെന്ന് കട്ടയായി പോകും. അപ്പോൾ നമ്മുടെ നാട്ടിലാണെങ്കിൽ നല്ല രസത്തിൽ അങ്ങോട്ട് ഒഴിക്കാം. പിന്നെ ഒരു 1.5 ടേബിൾ സ്പൂൺ ആയാലും കുഴപ്പമില്ല വിനാഗിരി. ഇതും കൂടി ഒന്ന് തിരുമ്മിയിട്ട് നമുക്ക് ഇതിലേക്ക് ആഡ് ചെയ്യാം. അത് കഴിഞ്ഞിട്ട് നമ്മുടെ അരപ്പും ചേർക്കാനുണ്ട്. നമുക്ക് തേങ്ങ വറുത്തരച്ചത് നമ്മുടെ ഇപ്പോൾ ഒരു നല്ല സ്മെല്ലൊക്കെ വരും. നമ്മളെ പള്ളിയിലൊക്കെ കോഴീനൊക്കെ വെക്കാൻ പോകില്ലേ, ആ ഒരു സ്മെല്ലാണ് നമുക്കിപ്പോൾ കിട്ടുന്നത്. ഇനി നമ്മൾ ഈ ഇടിച്ചു വെച്ചതും പച്ചമുളകും നമ്മുടെ സവാളയും ഒക്കെ ആയിട്ടൊന്ന് കൂട്ടി തിരുമ്മാം നമുക്ക്. ഓ, കല്യാണ വീട്ടിലേക്ക് ഒരു സ്മെല്ലും കിട്ടുന്നുണ്ട് കേട്ടോ. ഇനി നമ്മുടെ വറുത്തരച്ചതും ഞാനൊന്ന് ആഡ് ചെയ്യണം. വറുത്തരപ്പ് താല്പര്യമുള്ളവർ മാത്രം ചേർത്തായിട്ടോ, അങ്ങനെ നിർബന്ധമൊന്നുമില്ല. വറുത്തരയ്ക്കാതെ തന്നെ നമ്മൾ ഇട്ടാലും ചിക്കൻ നല്ല ടേസ്റ്റ് ആയിരിക്കും. ഞാനിപ്പോൾ ഇത് ചെയ്യാൻ പോകുന്ന ഒരു ഫയർ പിറ്റിലാണ് ചെയ്യാൻ പോകുന്നത്. നമുക്ക് തീ കൂട്ടി കത്തിക്കാം, നമുക്ക് വിറകൊക്കെ വെച്ച് കത്തിക്കാം. പക്ഷെ അതൊരു റിസ്ക് ആയതുകൊണ്ട്, ഇവിടെ മരത്തിൻ്റെ വീടുകളൊക്കെ ആയതുകൊണ്ട് ചിലപ്പോൾ ഈ തീയൊക്കെ ഒന്ന് പറക്കാനോ കാറ്റൊക്കെ വന്ന് പറന്ന് മറ്റുള്ളവർ വീടുകളിലേക്കൊക്കെ അല്ലെങ്കിൽ പുല്ലിലേക്കൊക്കെ വീഴാനുള്ള സാധ്യതയുള്ളൂ. ഞാനിപ്പോൾ അത് ചെയ്യുന്നില്ല. അപ്പോൾ ഇന്ന് നമ്മൾ ഈ ഫയർ പിറ്റിൻ്റെ ഗ്രില്ല് വെച്ചിട്ടാണ് ചെയ്യാൻ പോകുന്നത്. അപ്പോൾ അതിന് നമുക്കൊരു വാഴല നമ്മൾ അതിനു മുമ്പ് ഒന്ന് വാട്ടിയെടുക്കാനുണ്ട്. അപ്പോൾ അതിന് തന്നെ നമുക്കൊന്ന് കത്തിച്ചിട്ട് അതൊന്ന് വാട്ടിയെടുക്കാനുണ്ട്. ഇനി നമുക്ക് ആ വാഴല ഇതിൻ്റെ ഉള്ളിലേക്ക് ഇറക്കി വെച്ച് കൊടുക്കാം കേട്ടോ. ഇനി നമുക്ക് ഇതിലേക്ക് ചിക്കൻ ഇട്ട് കൊടുക്കാം. ഫുള്ള് ഫില്ല് ചെയ്തിട്ടുണ്ട്. ഇനി നമ്മൾ ഈ വാഴലൊന്ന് പതിയെ ഒന്ന് അടച്ചു വെച്ചിട്ട് നമുക്ക് നമ്മുടെ ക്യാപ്പ് ഒന്ന് ഇട്ട് കൊടുക്കാം. നമ്മൾ കട്ട് ചെയ്ത് വെച്ച പീസ് നമുക്ക് ടൈറ്റ് ചെയ്ത് അടയ്ക്കാം. തീയിലൊന്ന് വെച്ച് വേവിച്ചെടുക്കാം. അപ്പോൾ അതവിടെ ഇരിക്കട്ടെ. നമുക്കിനി റെസ്റ്റ് എടുക്കാം ഒരല്പം നേരം. ഇതിപ്പോൾ ഞാനൊരു 1.5 മണിക്കൂറിൻ്റെ അടുത്ത് വെച്ചിട്ടുണ്ട് ഇതിൻ്റെ മേളിൽ. അപ്പോൾ ഇനി നമുക്കതൊന്ന് വെന്തോന്നൊന്ന് നോക്കണം. അത്യാവശ്യം ആയിട്ടെന്ന് തോന്നുന്നു കണ്ടിട്ട്.
നല്ലോണം വെള്ളമൊക്കെ ഇറങ്ങിയിട്ടുണ്ട് കണ്ട. എനിക്ക് തോന്നുന്നത് കുറച്ച് ചിക്കൻ്റെ വെള്ളവും പംകിൻ്റെ വെള്ളവും കൂടി ഇറങ്ങി വെള്ളമൊക്കെ ഇഷ്ടം പോലെ ഉണ്ട്. ചിക്കൻ നന്നായിട്ട് വെന്തുണ്ട് കണ്ടോ, പൊടിഞ്ഞു തുടങ്ങി. ചിക്കൻ അല്പം പൊടിഞ്ഞു പോയെന്ന് തോന്നുന്നു കേട്ടോ. ചിക്കൻ നന്നായിട്ട് വെന്തിട്ടുണ്ട് കേട്ടോ. ആ പംകിൻ്റെയും കൂടി കുറച്ച് ടേസ്റ്റ് കയറി വന്നുണ്ട്. പക്ഷെ നല്ല ടേസ്റ്റാണ്. പംകിന് ഇഷ്ടമുള്ളവർക്ക് ഭയങ്കര ടേസ്റ്റായിട്ട് ഫീൽ ചെയ്യും കേട്ടോ. നമ്മുടെ ചിലപ്പോൾ നാട്ടിലൊക്കെ ചിലപ്പോൾ ഇങ്ങനെയൊന്നും അറിയില്ല. കാരണം നമ്മൾ കൂടുതൽ അങ്ങനെ മത്തങ്ങകളൊന്നും ഉപയോഗിക്കാറില്ലല്ലോ. പടി നമ്മുടെ രീതിയിൽ കറി വെച്ചല്ലേ നമ്മൾ കഴിക്കാറ്. ചിക്കനിലൊന്നും മത്തങ്ങിട്ട് അങ്ങനെ സാധാരണ ആൾക്കാർ കഴിക്കാറില്ലല്ലോ. പക്ഷെ അങ്ങനെ ടേസ്റ്റ് കൂടുതലൊന്നുമില്ല കേട്ടോ. ജസ്റ്റ് ആ ജ്യൂസിൻ്റെ ഒരു ചെറിയ ടേസ്റ്റ് അത്രേ ഉള്ളൂ. പക്ഷെ നല്ല ടേസ്റ്റാണ്. എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം കേട്ടോ. ഇനി നമുക്ക് ഇത് ഇറക്കി വെക്കാറായിട്ടുണ്ട്. ഇനിയിപ്പോൾ നമുക്കിത് മാറ്റി വയ്ക്കാം. ഇനി നമുക്ക് തട്ട് ദോശ ഉണ്ടാക്കാനുണ്ട്. അപ്പോൾ ഇതിൻ്റെ കൂടെ നമ്മൾ ഇന്ന് തട്ട് ദോശ കൂട്ടിയാണ് കഴിക്കാൻ പോകുന്നത്. ഇനി നമുക്ക് ദോശ ചൂടാൻ പോകുന്നത്. അപ്പോൾ ഇതാണ് നമ്മുടെ ദോശക്കല്ല്. അപ്പോൾ ഇനി ദോശ ചൂടാം. തിരിച്ച് വെച്ചേക്കട്ടെ. ഇനി നമുക്ക് ഇതിനകത്ത് ചിക്കൻ ഒന്ന് പകർത്തി ഒരു പ്ലേറ്റിലേക്ക് മാറ്റാം. അപ്പോൾ ഇനി നമ്മൾ ഉണ്ടാക്കിയതെല്ലാം ഇപ്പം തന്നെ ഒരു ക്യാൻഡിൽ ലൈറ്റ് ഡിന്നറായിട്ട് കഴിച്ച് തീർക്കാൻ പോവാണ്. എല്ലാവർക്കും നമുക്കൊന്ന് വിളമ്പി കൊടുക്കാം.
അപ്പോൾ നിങ്ങൾ ഫാമിലിയൊക്കെ ആയിട്ട് ഇപ്പോൾ നിങ്ങൾ വീട്ടിൽ തന്നെ ഇരിക്കുകയുള്ളൂ. ഇപ്പോൾ കൊറോണയൊക്കെ ആയിട്ട് നമ്മൾ പുറത്തൊന്നും ഇറങ്ങണില്ലല്ലോ. അപ്പോൾ ഇതേപോലെ നിങ്ങളൊരു ക്യാൻഡിൽ ലൈറ്റ് ഡിന്നറൊക്കെ ഒന്ന് അറേഞ്ച് ചെയ്ത് നിങ്ങൾ ആ ഫോട്ടോസൊക്കെ ഒന്ന് എൻ്റെ കമൻറ്റ് ബോക്സിൽ ഒന്ന് അപ്ലോഡ് ചെയ്യണം കേട്ടോ. അപ്പോൾ നമുക്ക് അടുത്ത വീഡിയോ കാണാം. ബൈ.